ഇടുക്കിയിൽ LDF ഭരിക്കുന്ന മറ്റൊരു സഹകരണ ബാങ്കിനെതിരെയും ക്രമക്കേടാരോപണം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നു ട്രേഡിംഗ് കമ്പനി, കട്ടപ്പന. നെടുങ്കണ്ടം രാമക്കൽമേട് ഹരിജൻ വിവിധോദ്ദേശ സഹകരണ സംഘത്തിനെതിരെയാണ് പരാതി. 1 വർഷത്തോളമായി കമ്മിറ്റി ചേരുന്നില്ലെന്നും നിയമനത്തിന്റെ പേരിൽ പണം വാങ്ങിയെന്നുമാണ് ആരോപണം. SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് നെടുങ്കണ്ടം രാമക്കൽമേട് കേന്ദ്രമാക്കി മൾട്ടിപർപ്പസ് സംഘം ആരംഭിച്ചത്. ചെറുകിട സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതും ലക്ഷ്യം വെച്ചിരുന്നു. എന്നാൽ നിലവിൽ 1 വർഷത്തോളമായി കമ്മിറ്റികൾ ചേരുന്നില്ല. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പ്രസിഡന്റ് കമ്മിറ്റി വിളിക്കാൻ തയ്യാറാവുന്നില്ലെന്നാണ് ആരോപണം. CPMന്റെ നെടുങ്കണ്ടം മേഖലയിലെ ഒരു ലോക്കൽ സെക്രട്ടറിയാണ് നിലവിൽ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ്. കമ്മിറ്റി അംഗങ്ങൾ പോലും അറിയാതെ നിക്ഷേപം സ്വീകരിക്കുകയും തിരിമറി നടത്തിയെന്നുമാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. SC/ST മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ആ സൊസൈറ്റി ദീർഘനാളത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി ഏതാണ്ട് അഴിമതിയുടെ ഒരു വലിയ സ്മാരകമായി മാറിയിരിക്കുകയാണ്. ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം CPMന്റെ നേതാക്കന്മാരെ ഉപയോഗിച്ച് വ്യാജ മെമ്പർഷിപ്പ് ചേർത്ത് മരിച്ചുപോയ ആളുകളുടെ മെമ്പർഷിപ്പ്, അവരുടെ ഷെയർ ക്യാൻസൽ ചെയ്തിട്ട് ആ നമ്പറിൽ പോലും പുതിയ ആളുകളെ എഴുതി ചേർത്താണ് ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സൊസൈറ്റി അവർ പിടിച്ചെടുത്തത്. നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന CPMന്റെ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആണ് ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റായിട്ടിരിക്കുന്നത്. മുമ്പ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വെച്ചു. CPMന്റെ കരുണാപുരം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായി 2 അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിച്ചു. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലത്താണ് ഈ മെമ്പർഷിപ്പ് വ്യാപകമായി ചേർക്കപ്പെടുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷമാണ് നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന CPMന്റെ ഒരു ലോക്കൽ സെക്രട്ടറിയുടെ പ്രസിഡന്റാക്കിക്കൊണ്ട് ഈ സംഘത്തിന്റെ ഭരണസമിതി നിലവിൽ വന്നത്. കഴിഞ്ഞ 1 വർഷക്കാലമായി ഈ സംഘത്തിൽ കമ്മിറ്റി കൂടിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, അവിടെ ഒരു സ്റ്റാഫിനെ നിയമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പാടുംപാറ സ്വദേശിയായ ഒരാളുടെ 2 ലക്ഷം രൂപ ഈ പ്രസിഡന്റായിട്ടിരിക്കുന്ന ഇപ്പോൾ CPMന്റെ ലോക്കൽ സെക്രട്ടറി കൈപ്പറ്റി എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. ഈ 2 വിഷയങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള ഭരണസമിതിയിലെ 2 അംഗങ്ങൾ തന്നെ ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും രജിസ്ട്രാർക്കും പരാതി അയക്കുകയും ഇത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. ഈ സംഘത്തിന്റെ ബൈലോ പ്രകാരം നാട്ടിലുള്ള സാധാരണക്കാരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് ജീവനോപാധി കണ്ടെത്തുന്നതിനുമൊക്കെയായി നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും സർക്കാർ നിന്ന് ഗ്രാന്റ് കൈപ്പറ്റുന്നതിനുമൊക്കെ നിയമാനുസൃതം നടത്താൻ കഴിയുന്ന ഒരു സൊസൈറ്റിയാണ് ഈ SC/ST മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സൊസൈറ്റിക്ക് രാമക്കൽമേട്ടിൽ സ്വന്തമായി ഭൂമിയും കെട്ടിടവുമുണ്ട്. മുൻപ് തയ്യൽ യൂണിറ്റ് അടക്കമുള്ള സ്ഥാപനങ്ങൾ നടത്തി അംഗങ്ങൾക്ക് വരുമാനവും ഉറപ്പുവരുത്തിയിരുന്നു. സഹകരണ സംഘത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായും ആരോപണമുണ്ട്. നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കമ്മിറ്റി അംഗങ്ങളിൽ ചിലർ സഹകരണ വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട്. ഞാൻ അടങ്ങുന്ന ഒരു ബോർഡാണ്, 9 അംഗ ബോർഡാണ് പട്ടികജാതി വിദേശ സഹകരണ സംഘം രാമക്കൽമേട് ഉള്ള സംഘത്തിനകത്ത് ഉള്ളത്. അപ്പോൾ നിരന്തരമായി ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ കുറേ നാളുകളായി കമ്മിറ്റി വിളിച്ചിട്ട്, അതായത് പ്രസിഡന്റ് കമ്മിറ്റി വിളിക്കുന്നില്ല. ഈ കമ്മിറ്റി വിളിക്കാതെ വരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ആലോചിച്ചപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സഹകരണ മേഖലയാണ് സഹകരണ പ്രസ്ഥാനം, പ്രസ്ഥാനം എന്നല്ല, സഹകരണ സംഘമാണ് ഈ രാമക്കൽമേട് വിദേശ സഹകരണ സംഘം. അതായത് പാമ്പാടുംപാറ വില്ലേജ്, കരുണാപുരം വില്ലേജ്, നെടുങ്കണ്ടം, പാറത്തോട്, ഇവിടെയൊക്കെ ഈ വില്ലേജുകളുടെ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സഹകരണ സംഘമാണ് രാമക്കൽമേട് പ്രവർത്തിക്കുന്നത്. അതായത് 100-ലധികം ആ പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി അവർക്ക് തൊഴിൽ കൊടുക്കുവാൻ വേണ്ടി ആണ് ഈ പ്രസ്ഥാനം ഇപ്പോൾ നിലകൊള്ളുന്നത്. നേരത്തെ തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളും തയ്യൽ പരിശീലനങ്ങളും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഒരു 12 മിഷനോളം ഈ രാമക്കൽമേട്ടിൽ കിടന്ന മിഷനെല്ലാം കൂടെ പ്രസിഡന്റ് ഈ തൂക്കുപാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ബിൽഡിംഗ് അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. അവിടെ തുരുപ്പെടുത്ത് പോയിരിക്കുകയാണ്. ഈ സൊസൈറ്റി എന്ന് പറയുന്നത് സംഭവം പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ് സംഭവം ചെയ്തിട്ടുള്ളത്. അതായത് പട്ടികജാതിക്കാർക്ക് വേണ്ടി ആരും ശബ്ദിക്കാനില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുണ്ടാകുന്നത്. അപ്പോൾ ഈ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, അല്ലാതെ ആരെയും കുറ്റപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ജോയിന്റ് രജിസ്ട്രാർക്ക് നമ്മളൊരു പരാതി കൊടുത്തിട്ടുണ്ട്.
എന്നാൽ അംഗങ്ങളിൽ നിന്നുൾപ്പെടെ പരാതി ഉയർന്നിട്ടും അന്വേഷണം നടക്കുന്നില്ലെന്നാണ് ആരോപണം. ഇടുക്കിയിലെ ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. നിങ്ങൾ ഭംഗി മാത്രം നോക്കിയാണോ ഫർണിച്ചർ വാങ്ങുന്നത്? ഒരിക്കലും ആയിരിക്കില്ല. നിങ്ങൾ ഏത് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തീർച്ചയായും ചോദിച്ചറിയും. തേക്ക്, ഈട്ടി, മറ്റു മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ട്. അതാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ മിതമായ നിരക്കിൽ 100% ലൈഫ് ടൈം വാറന്റിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു. മാത്രമല്ല, പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ്സ് 20% വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം. കൂടാതെ ഹോം അപ്ലയൻസസ്, വിവിധ മോഡൽ ബെഡുകൾ, ക്രോക്കറി, ഡ്രാസ്, അലുമിനിയം, സ്റ്റീൽ ഐറ്റംസ്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ. പൊന്നു ട്രേഡിംഗ് കമ്പനി, കട്ടപ്പന.